ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഡിസൈനേഴ്സിനും നമ്മുടെ uxuimania എന്ന് പറയുന്ന ചാനലിൻ്റെ പേരിൽ വളരെ ഹൃദയം നിറഞ്ഞ ഒരു നല്ല പുതുവർഷം നേരുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ 2023 നമ്മൾ ഈ പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ഈ 2023 ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്നതാണോ UI/UX ഡിസൈൻ പഠിക്കുന്നതാണോ കൂടുതൽ ബെറ്റർ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയല്ല. കാരണം ഡിസൈനിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഡിസൈനിങ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ക്വസ്റ്റ്യനാണ് നമ്മുടെ ആൻസറായിട്ട് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഡിസൈൻ നിൽക്കുന്ന ആൾക്കാരെ അപേക്ഷിച്ച് ഡിസൈനിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം തന്നെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഗ്രാഫിക് ഡിസൈനിങ് UI/UX എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്നാണ് എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രാഫിക് ഡിസൈനർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് UI/UX ഡിസൈൻ, എന്താണ് UI/UX ഡിസൈനേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വലിയൊരു വ്യത്യാസം തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു വ്യത്യാസത്തിൽ നിന്നായിരിക്കണം നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് പോലും. ഓക്കെ, അതായത് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കൂടുതലും പ്രിൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ ചെയ്തു വരുന്നത്. ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ബ്രൗഷേഴ്സുകളോ അല്ലെങ്കിൽ മാഗസിൻസുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആഡുകൾ, പാക്കേജിങ് ഡിസൈൻസുകൾ, ലോഗോസുകൾ, അങ്ങനെ മാർക്കറ്റിംഗ് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡിസൈൻസുകളായിരിക്കും കൂടുതൽ ഗ്രാഫിക് ഡിസൈനേഴ്സും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ ലോഗോസുകളും ബ്രാൻഡിങ്ങിലും ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ അവർക്ക് കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അഡ്വർടൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒരു പ്രോഡക്റ്റിനെ മനസ്സിലാക്കി അതിനുവേണ്ടി കൂടുതൽ ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു വിഭാഗക്കാരുടെ പ്രത്യേകത കൂടുതലും അവർ പ്രിൻ്റ് മീഡിയ ഡിസൈൻസുകളിൽ കൂടുതലും ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള ചിന്താഗതി ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യമേ ചിന്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു മേഖലയാണോ എനിക്ക് ഇൻട്രസ്റ്റ്, അതായത് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കൂടുതലും ലോഗോസുകളും ബ്രാൻഡിങ്ങുകളും ഇത്തരം കാര്യങ്ങളിലൊക്കെയാണോ എൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റ് കിടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് ശോഭിക്കുമോ എന്നുള്ള ഒരു വലിയൊരു സത്യം ആദ്യമേ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കണം ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഗ്രാഫിക് ഡിസൈനിങ്ങിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് UI/UX ഡിസൈനേഴ്സ് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ UI/UX ഡിസൈനേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്ന് ഇന്നത്തെ കാലത്ത് അറിഞ്ഞിരിക്കേണ്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 5 വർഷത്തിന് മുമ്പേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കൂടുതൽ പേരും ഡിസൈനിങ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നേരെ ഗ്രാഫിക് ഡിസൈനിങ് തന്നെ ആയിരുന്നു കൂടുതൽ ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. മറിച്ച് ഇന്നത്തെ കാലത്ത് ആ ഒരു ട്രെൻഡ് മാറിയിരിക്കുന്നു. ഗ്രാഫിക് ഡിസൈനിങ് പോലെ തന്നെ UI/UX എന്ന് പറയുന്നൊരു വാക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പേരിൽ നിങ്ങൾ UI/UX ഡിസൈനിങ് പഠിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയാണ് ചെയ്യുന്നത്, അഥവാ ഒരു UI/UX ഡിസൈനർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ പ്രിൻ്റ് മീഡിയ വർക്കുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ UI/UXലെ ആൾക്കാർ കൂടുതലും കുറേ ഡിജിറ്റൽ മീഡിയ ഡിസൈനുകളിലായിരിക്കും അവരുടെ ശ്രദ്ധ. അതായത് വെബ്സൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കിയോസ്ക് എങ്ങനെ ഡിസൈൻ ചെയ്യുക, അങ്ങനെ കുറേ സ്ക്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡിസൈൻസുകളിലായിരിക്കും UI/UX ഡിസൈനേഴ്സിൻ്റെ കൂടുതൽ ശ്രദ്ധ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ കുറേ വിഭാഗങ്ങൾ അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഇപ്പോൾ പ്രോഡക്റ്റ് ഡിസൈനിങ്ങിൽ തന്നെ UX ചെയ്യാം. അതായത് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡിസൈൻ ആയിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ മാത്രമല്ല, മറ്റ് ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഇതിൽ യൂസർ എക്സ്പീരിയൻസ് അഥവാ UX ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഇതിൽ UI/UXൽ UI ഈസ് ഡിഫറൻറ്റ്, UX ഈസ് ഡിഫറൻറ്റ് എന്നുള്ള ഒരു വലിയ സത്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് UI എന്ന് പറയുന്നത് പ്രത്യേകമാണ്, UX എന്ന് പറയുന്നത് പ്രത്യേകമാണ്. ഇത് നമ്മൾ പറഞ്ഞ് എല്ലാവരും UI/UX എന്നുള്ളൊരു ഒറ്റ വാക്കാക്കി കഴിഞ്ഞു. ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാരെയാണ് ഇന്ന് പല കമ്പനികളും നോക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു മികച്ച കമ്പനികളിൽ കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ ചെന്നാൽ UI ചെയ്യുന്നത് പ്രത്യേകം UI ഡിസൈനേഴ്സ് ആയിരിക്കും, UX ചെയ്യുന്നത് UX ഡിസൈനേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ UI എന്താണെന്നും UX എന്താണെന്നൊക്കെ ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വന്നതിന് ശേഷം തുടക്കകാലങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളിലൊക്കെ തന്നെ എന്താണ് UI അല്ലെങ്കിൽ എന്താണ് UX തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഒരു ബേസ്മെൻ്റ് ആയിട്ട് തുടക്കകാലങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് UX എന്താണ്, UI എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതിലെന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൽ ഓരോ
കാര്യങ്ങളും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിൻ്റെ കളേഴ്സ് എന്താണ്, ടൈപ്പോഗ്രാഫി എന്താണ്, അങ്ങനെ കുറേ ഡിസൈൻ സംബന്ധികമായ കാര്യങ്ങളും അതുപോലെ തന്നെ UXനെ കുറിച്ചുള്ള എന്താണ് റിസർച്ചിങ് പാർട്ട്, എങ്ങനെയാണ് റിസർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ അത്യാവശ്യമായിട്ടുള്ള ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഈ ഇതിൽ ഏകദേശം 350ഓളം വീഡിയോസ് നമ്മൾ ഇതിലെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി UXനെ കുറിച്ച് സഹായിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസിൽ കണ്ടുകൊണ്ട് അതിൻ്റെ UX എന്താണെന്നൊരു ബേസ്മെൻറ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഗ്രാഫിക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, UX എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇത് രണ്ടിലും ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായ പാഷനാണ്. അപ്പോൾ ഈ ഒരു പാഷൻ മനസ്സിലാക്കി വേണം ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ ഒരിക്കലും നിങ്ങൾ വന്നൊരു UXൽ യൂസർ എക്സ്പീരിയൻസിൽ വന്ന് റിസർച്ചിങ് പാർട്ട് എടുത്താൽ നിങ്ങൾക്കത് ശോഭിക്കണം എന്നില്ല. ആ ഒരു വലിയൊരു സത്യമാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ UX ചെയ്യുന്ന റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും UI എന്ന് പറയുന്ന അതിൻ്റെ വിഷ്വൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്നത് വ്യത്യസ്തമായ ജോലികളാണ്. അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്, വ്യത്യസ്തമായിട്ടാണ് അവർ ഓരോ പ്രോജക്റ്റിനെയും സമീപിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും, അതായത് ഗ്രാഫിക്സ്, അതായത് UI, അതായത് UX, ഇങ്ങനെ ഈ 3 കാര്യങ്ങളും ഓരോന്നും എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. അതാണ് ഫസ്റ്റ് ടാസ്ക് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നിന്നാണ് നമ്മുടെ താല്പര്യം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടത്. ആ താല്പര്യത്തിൽ നിന്നാണ് നമ്മൾ ഇതിൽ ഏതാണ് പഠിക്കേണ്ടത് എന്ന് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം ഇതെന്താണെന്നറിയാതെ പല ആൾക്കാരും ഡിസൈനർ ആയാൽ കൊള്ളാം, ഏതെങ്കിലും ഒരു സുഹൃത്ത് പറയുന്നു, ഏതെങ്കിലും ഒരു ഡിസൈനേഴ്സ് ആയിട്ടുള്ള ജോലിക്കാരായിട്ടുള്ള മറ്റാരെങ്കിലും പറയുന്നു നിങ്ങൾക്ക് ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ലൊരു ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈനിങ് കോഴ്സ് എടുത്ത് പഠിക്കുന്നതിലല്ല, മറിച്ച് ഈ പറഞ്ഞ ഓരോന്നും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കി ആ ഡിഫറൻസിനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ പാഷനാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിലേതിലാണോ നമ്മുടെ പാഷൻ, ആ പാഷൻ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാവൂ. അതിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ശോഭിക്കാനും കഴിയുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഗ്രാഫിക് ഡിസൈനിങ്ങുമായിട്ട് പ്രിൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഓവറാൾ നിങ്ങൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോയി നോക്കിയാൽ ഇതിനെപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് എപ്പോഴും ലോകത്ത് എവിടെ ചെന്നിരുന്നാലും ജോലി സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ്. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയി വേണമെങ്കിലും ഒരു ജോലി അന്വേഷിക്കാനുള്ള ഒരു സ്കോപ്പ് ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ജോലി തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതലും ഡിജിറ്റൽ മീഡിയ ലോകത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഡിജിറ്റൽ മീഡിയ ഡിസൈൻസുകളിലേക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്ന UI UX ഡിസൈനിങ്ങിന് ഒരു പോയിൻ്റെങ്കിലും എക്സ്ട്രാ, അതായത് ഒരു പടി മുമ്പോട്ട് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അതിൻ്റെ അർത്ഥം ഗ്രാഫിക് ഡിസൈനിങ് ചെറുതാണ്, ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പില്ല, അവസരമില്ല എന്നല്ല, അതും കൂടെ എടുത്തു പറയുന്നു. കാരണം ഇതിൻ്റെ രണ്ടിനും ഇന്നത്തെ കാലത്തും ഏതൊരു കാലത്തും നമുക്ക് ഇൻഡസ്ട്രിയിൽ സ്കോപ്പുണ്ട്. ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ പോലും ഈ പറഞ്ഞ ക്രിയേറ്റീവ് മേഖലകളെ ഒരിക്കലും അത് മാറ്റിമറിക്കാൻ പോകുന്നില്ല. കാരണം ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന അത്രയും ഒരു ഇൻ്റലിജൻസ്, അത്രയും ഒരു ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ചിന്താഗതി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഇത്തരത്തിൽ ഇതിനെ കവച്ച് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും കൂടി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ്. അപ്പോൾ എനിവേ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലെയും നിങ്ങളുടെ താല്പര്യം, ഇതിൻ്റെ ഒരു അവസരം, ഇതിൻ്റെ ഒരു മാർക്കറ്റ് എന്താണെന്നും കൂടെ നിങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പറയുന്നു, ഈ പറഞ്ഞ UI UXൽ ഇന്നത്തെ കാലത്ത് ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് കുറച്ചും കൂടി പോസിബിലിറ്റി കൂടുതലായിട്ടേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ കാണുന്ന ഇന്നത്തെ എല്ലാ ഡിസൈൻസുകളും ഇന്നൊരു ഡിജിറ്റൽ മീഡിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് എന്ത് കാര്യങ്ങളും കാണാനും കേൾക്കാനും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഒരു സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഡിജിറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഡിസൈൻസുകൾക്ക് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ പ്രാധാന്യം, കുറച്ചും കൂടെ മുമ്പിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു സാലറി കമ്പാരിസൺ നടത്തിയാലും നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സമൂഹത്തിലുള്ള ഏതാനും കുറച്ച് കമ്പനികൾ പോലും നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കിയാൽ പോലും അവിടെ ഒരു ഗ്രാഫിക് ഡിസൈനറുടെ സാലറിയും UI UX ഡിസൈനറുടെ സാലറിയും ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് യൂസർ എക്സ്പീരിയൻസിലും UIയിലൊക്കെ നിൽക്കുന്ന പല ആൾക്കാരും നമ്മുടെ കേരളത്തിലായിരുന്നാലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരും മറ്റുമൊക്കെ ആയിട്ട് ഇന്ത്യക്കകത്ത് വളരെ വളരെ ഹൈ സാലറി ആണ് ഇന്നത്തെ കാലത്ത് നേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്ത് പോയിരുന്നാലും ഇന്ന് ഒരുപാട് ഹൈ സാലറി ആയിട്ടുള്ള, ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് ഡെസിഗ്നേഷനായിട്ടാണ് ഇന്ന് UIയും UXനെയൊക്കെ തന്നെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഫിനാൻഷ്യൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ
അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ചും കൂടെ ഹൈ പ്രൊഫൈൽഡായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു പടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UX-ന് മുമ്പിൽ നിൽക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും ഇതിനകത്തുള്ള ഓരോ പോസിബിലിറ്റിയും ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും, അതായത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ താല്പര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ആദ്യം തന്നെ വിലയിരുത്തുക, അതിന് നിങ്ങളൊരു പോയിന്റ് ഇടുക. അതിനുശേഷം ഇതിൽ ഓരോന്നിനുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, അതായത് സാലറി, ഇതിൻ്റെ ഫ്യൂച്ചർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊരു പോയിന്റ് ഇടുക. അങ്ങനെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും അസസ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ഇതിനെല്ലാം തന്നെ നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ പാഷനുമായിട്ട് എത്രത്തോളം മാച്ച് ചെയ്യുന്നു എന്ന് വിലയിരുത്തി അതിനുശേഷം മാത്രം ഇതിലൊരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാവൂ. അതുപോലെ തന്നെ കോഴ്സ് ചൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കേരളത്തിലും പുറത്തുമായിട്ട് ഇത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ഒരുപോലെ ആയിരിക്കും എന്നൊരിക്കലും ചിന്തിക്കരുത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നോളജുകളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സമീപിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വ്യക്തിപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു പോയിൻറ്റും കൂടെ എനിക്ക് പറയാനുള്ളത്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് മാത്രമായൊരു ലോകമല്ല ഈ ഡിസൈനിങ് ഇൻഡസ്ട്രിയും കൂടെ മനസ്സിലാക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് തിയറി നോട്ടുകളും കുറച്ച് പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നോട്ടുകളിലും മാത്രം തീരുന്നൊരു ഇൻഡസ്ട്രി അല്ല ഇതൊന്നും. ഈ പറഞ്ഞ ഈ UX ആയാലും ഗ്രാഫിക്സ് ആയാലും എല്ലാം ഇതെല്ലാം തന്നെ ഒരു ബേസ്മെൻറ്റ് നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടാക്കാം. ഇത്തരത്തിലുള്ള കുറച്ച് ബേസിക്കൽ എന്താണ് ഡിസൈനിങ് എന്ന് പഠിക്കാം, അല്ലെങ്കിൽ എന്താണ് ഡിസൈൻ ടൂൾസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പോ ഇല്ലുസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡോബ് XD ഫിഗ്മയോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ടൂൾസുകളോ ആണ് കൂടുതലായിട്ട് നമ്മൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിക്കുന്നത്. പക്ഷേ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ടൂൾ പഠിക്കലല്ല എന്നുള്ളൊരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്കൊരു ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെ പക്കാ പഠിച്ചുകൊണ്ട് അതിൻ്റെ ഡെവലപ്പിന് വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഒരു മുമ്പോട്ടുള്ള ഒരു പ്രയാണത്തിന് വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന നിങ്ങളുടെ ഡിസൈൻ ക്വാളിറ്റിക്കായിരിക്കും എക്കാലത്തും കൂടുതൽ വാല്യൂ ഉള്ളത്. അതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ബേസ്മെൻറ്റും കുറച്ച് ഡിസൈൻ സോഫ്റ്റ്വെയറുകളിലും മാത്രം നിങ്ങളുടെ ഡിസൈൻ ടാലൻറ്റോ നിങ്ങളുടെ ഡിസൈൻ ചിന്താഗതിയോ ഒതുങ്ങിക്കൂടരുതെന്നും കൂടി ഈ ഒരു അവസ്ഥയിൽ പറയുകയാണ്. ഇതിലെവിടെ നിന്ന് നിങ്ങൾ ബേസിക്കലായിട്ട് കാര്യങ്ങൾ പഠിച്ചോളൂ. അടുത്ത സ്റ്റെപ്പുകൾ നിങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ ചിന്തിക്കുകയും അത്തരത്തിലുള്ള ഡിസൈൻസുകൾ റെഫർ ചെയ്യുകയും അത്തരത്തിലുള്ള ഡിസൈനേഴ്സായിട്ട് നല്ല നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും അവർ ചെയ്യുന്ന ഡിസൈൻസുകളോടൊപ്പം നമ്മുടെ ഡിസൈൻ ക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിൽ നമുക്ക് ഉയർന്ന് മുന്നോട്ട് പോകാനുള്ളൊരു വലിയൊരു മൈൻഡ് സെറ്റാണ് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗ്രാഫിക് ഡിസൈനിങ് UX-ലൊക്കെ ഉള്ള എന്താണെന്ന് അറിയുന്നു, അതിൻ്റെ പോസിബിലിറ്റീസുകൾ അറിയുന്നു, അതിൻ്റെ ഒരു ഫ്യൂച്ചർ മനസ്സിലാക്കുന്നു, അതിൻ്റെ ഒരു കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിലൂടെ നമ്മൾ എവിടെ പോയി നിൽക്കണം, ഏത് റേഞ്ചിൽ പോയി ഇരുന്ന് വർക്ക് ചെയ്യണം എന്നുള്ളത് പോലും നമ്മൾ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് നല്ലൊരു മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു കരിയർ ചൂസ് ചെയ്യാനെന്നും കൂടെ ഈ ഒരു അവസ്ഥയിൽ പറയുകയാണ്. അപ്പോൾ ഡിസൈനിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ന് ലോകമെമ്പാടും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ തുടർന്നുള്ള ഒരു ഫ്യൂച്ചറും നിങ്ങൾക്ക് എപ്പോഴും വളരെ വലുതായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള നെഗറ്റീവ് ഇൻഡസ്ട്രികൾ നമ്മൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന് ഇതിന് ഫ്യൂച്ചറില്ല, അല്ലെങ്കിൽ ഇതിന് സ്കോപ്പില്ല, ഇതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു സ്കോപ്പില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് നെഗറ്റീവുകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും തന്നെ ഈ ഇൻഡസ്ട്രിയെ ബാധിക്കാൻ പോകുന്നില്ല. ഇതിൽ പുതുമയായിട്ട് നമുക്കൊരു പുതിയൊരു പ്രോഡക്റ്റിന്, നമ്മൾ പുതിയൊരു വസ്തുവിനെ, പുതിയൊരു ഒബ്ജക്റ്റിന് നമുക്ക് രൂപകൽപ്പന കൊടുക്കാനുള്ള ഒരു ക്രിയേറ്റീവ് മെൻറ്റാലിറ്റി നമ്മളിലുണ്ടെങ്കിൽ, ഒരു പുതിയ സാധനത്തിന് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ചിന്താഗതി നമ്മളിലുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി തുടർന്നും പോയിക്കൊണ്ടേയിരിക്കും. നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവിടെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. വളരെ മികച്ച ലെവലിലേക്ക് പോകാനും വളരെ ഉന്നതികളിലെത്താനും വളരെ മികച്ച കമ്പനികളിലെ ഭാഗമായി മാറാനും വളരെ നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇതിലെല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഏതെടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിലയിരുത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം നിങ്ങളൊരു ഡിസിഷൻ ഫൈനലായിട്ട് എടുക്കേണ്ടത്. ആ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, തിയറി പഠനത്തിലുപരിയായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള ഡിസൈൻസുകൾ ചെയ്യുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊണ്ടുവരിക. പുതുമയാർന്ന ഡിസൈൻസുകൾ എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഇൻഡസ്ട്രിയിൽ, ഈ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ കാലത്തിനൊത്ത്
ട്രെൻഡിനൊത്ത് ട്രെൻഡ് ബൈസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വളരെ നല്ലതുപോലെ എൻജോയ് ചെയ്ത് പാഷനേറ്റ് ആയിട്ട് ചെയ്തോളുക. ഒരു മികച്ച കരിയർ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡിസൈനേഴ്സ് ആയിട്ടുള്ളവർക്കും ഡിസൈനേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം തന്നെ ഈ ഒരു ചിന്താഗതി, ഈ ഒരു പോസിറ്റീവ് ചിന്താഗതിയും കൂടെ ഈ ഒരു വീഡിയോയിലോട്ട് ഞാൻ പകർന്നു തരികയാണ്. ഈ ഒരു 2023 തുടക്കത്തിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. വളരെ നല്ല രീതിയിൽ ഒരു ഡിസൈനർ ആകാൻ വേണ്ടി എപ്പോഴും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ഒരു നല്ല ഒരു മുന്നോട്ടുള്ള ഒരു നല്ലൊരു യാത്ര നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റോ ഒക്കെ തന്നെ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.